أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم صل على سيدنا محمد وعلى آل سيدنا محمد. സ്നേഹമുള്ള കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രേക്ഷകരെ, റേഡിയോ ശ്രോതാക്കളെ, ഫെമിലിയത്ത് പ്രോഗ്രാമിന്റെ സമയം മുമ്പ് നമ്മൾ പ്രഖ്യാപിച്ചിരുന്നത് 5:30 ഇന്ത്യൻ സമയം 5:30 എന്നാൽ ഇന്നലെ പെട്ടെന്നുള്ള ഒരു സാഹചര്യത്തിൽ അത് 4:30 മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടാവില്ല. കുഴപ്പമില്ല. നമ്മൾ സാധാരണ ഈ സമയമാണ് ഇനി ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അറിയിക്കുക. കാരണം ഈ സമയമാകുമ്പോൾ എല്ലാ രാജ്യക്കാർക്കും വലിയ പ്രശ്നമൊന്നുമില്ലാത്ത സമയമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ആളുകളൊക്കെ എത്തിക്കോളും. അമീർ സാഹിബ് അതുകൊണ്ട് ബേജാറാവേണ്ടതില്ല. ഒരാള് മാത്രം മത്സരിച്ചാലും നമ്മളിത് പറയും. കാരണം മത്സരിക്കാൻ ടൈപ്പ് ചെയ്യാൻ മടിയുള്ള കുറെ ആളുകളുണ്ടാവും. കാരണം ഞാൻ തെറ്റിപ്പോയാലോ എന്ന് ഭയമുള്ള അല്ലെങ്കിൽ അതൊരു പ്രശ്നമുള്ള ആളുകളുണ്ടാവും. അപ്പൊ അവരൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ടൈപ്പ് ചെയ്യുന്ന 4 ആളുകൾ ഇത് റൺ ചെയ്യാൻ സഹകരിക്കുന്ന ആളുകൾ മാത്രമാണ്. മറ്റു ഒരുപാട് ഇതിലുള്ള എല്ലാ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് ഐഡികളെല്ലാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് നമുക്ക് പ്രദാനം ചെയ്യുകയും മറ്റുള്ളവർക്ക് അത് പകർന്നു നൽകുവാനും സ്വന്തം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഇരുലോക വിജയം കരസ്ഥമാക്കുവാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഫാമിലി പ്രോഗ്രാമിൽ ഇന്നത്തെ പതിവ് പോലെ തന്നെ ഇന്നത്തെ ആദ്യ ചോദ്യവും പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ചോദിക്കും മുമ്പ് ഗ്രീൻ, ബ്ലൂ എന്നീ 2 കളറുകളിലായിക്കൊണ്ട് നിങ്ങളുടെ മത്സരം ഏത് ടീമിന് വേണ്ടിയാണ് എന്ന് നിങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ രണ്ടാലൊരു കളറിൽ ടൈപ്പ് ചെയ്താൽ മാത്രമേ ശരിയായ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്താൽ കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് പോയിന്റ് ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യത്തെ ചോദ്യം ഇതാണ്. പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യം ഇതാ വരുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് തുടങ്ങുന്ന നസ്ർ സൂറത്ത്. എന്നാൽ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്നുള്ളതിലെ ഈ ഫത്ഹ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്നുള്ളതിലെ ഈ ഫത്ഹ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? പലരും വ്യാമോഹിച്ചു പോയി ബ്ലൂവിലേക്ക് ദുൽദുലിനെ കിട്ടിയെന്ന്. പക്ഷെ അദ്ദേഹം മത്സരത്തിന് വന്നപ്പോൾ കുപ്പായം മാറ്റിക്കൊണ്ടാണ് എത്തിയിട്ടുള്ളത്. ദുൽദുൽ മക്ക വിജയം എന്ന് എഴുതിയിട്ടുണ്ട്. അമീർ സാഹിബ് മക്ക എന്ന് എഴുതിയിട്ടുണ്ട്. അബ്ദുള്ള തോട്ടക്കാട് മക്ക വിജയം എന്ന് എഴുതിയിട്ടുണ്ട്. അമീർ ഇരിങ്കല്ലൂർ ഫത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. അബ്ദുള്ള 90 ബ്ലൂ ഗ്രീനിന് വേണ്ടിയിട്ടാണ്, റെഡ് കളറിൽ ആദ്യം ടൈപ്പ് ചെയ്തതാ. പലരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നത്. എന്നാൽ ശരിയായ ഉത്തരം ആദ്യമായി ടൈപ്പ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഗ്രീനിന് വേണ്ടി ദുൽദുൽ പോയിന്റ് നേടുകയാണ്. മക്കം ഫത്ത് എന്ന് ബ്ലൂ കളർ മുജീബ് റഹ്മാനിയും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ശരിയായ ഉത്തരമാണ്. എന്നാൽ പോയിന്റ് ലഭിക്കുന്നത് ഗ്രീനിനാണ്. ഒരു പോയിന്റുമായിട്ട് ഇന്നും പോയിന്റ് ഹണ്ടിങ് ആരംഭിച്ചിരിക്കുകയാണ് ഗ്രീൻ എന്നാണ് തോന്നുന്നത്. പറയാൻ സാധ്യമല്ല. കാരണം ഈ സമയത്ത് പലപ്പോഴും കേസയിലുള്ളവരാണ് അധിക പേരും ബ്ലൂവിന്റെ ഭാഗത്തുണ്ടാവാറ്. അതുകൊണ്ട് തന്നെ അവർ അമീർ ഇരിങ്ങല്ലൂരൊക്കെ കേസയിലാണ്, ഗ്രീനിന്റെ ആളാണെങ്കിലും അധികം ഉണ്ടാവാറ് അവരാണ്. അവരൊക്കെ രംഗത്ത് വരാൻ ഇരിക്കുന്നേ ഉള്ളൂ. 5 നിമിഷങ്ങൾക്കകം അവരെല്ലാവരും എത്തും. അപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിയും. ലീഡറെ കാണുന്നില്ല, ലീഡറെത്തും. ഏതായാലും ഫാമിലി പ്രോഗ്രാമിലെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട ചോദ്യം ഇതായിരുന്നു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്നതിലെ ഫത്ഹ് എന്ന് ഉദ്ദേശിച്ചത് എന്തായിരുന്നു എന്നുള്ളത് ശരിയാണ്. മക്കം ഫത്ഹാണ്, മക്ക വിജയമാണ്. ശരിയായ ഉത്തരത്തിലൂടെ പോയിന്റ് ഗ്രീൻ നേടിയപ്പോൾ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്. ഒരു ഇസ്ലാമിക ചരിത്രത്തിലേക്ക് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ആദ്യം വിട പറഞ്ഞ പ്രവാചക പത്നി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗത്തിന് ശേഷം ആദ്യം വിട പറഞ്ഞ പ്രവാചക പത്നി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. സഫിയ എന്നുള്ള അല്ലൈനോയസിന്റെ ഉത്തരം ബ്ലൂവിന് വേണ്ടി വന്നിട്ടുണ്ട്. അബ്ദുള്ള 9070 ദുൽദുൽ സൈനബ് എന്ന ഉത്തരം ടൈപ്പ് ചെയ്യുന്നുണ്ട്. അമീർ ഇരിങ്ങല്ലൂർ സൈനബ് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. പല ഉത്തരങ്ങളും വരുന്നുണ്ട്. ശരിയായ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഇനിയും അവസരമുണ്ട്. ആരാണ് ആദ്യമായിട്ട് ആദരവായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗത്തിന് ശേഷമായിക്കൊണ്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോയ പ്രവാചക പത്നി എന്നുള്ളതാണ് ശരിയായ ഉത്തരമാണ് എല്ലാവരും ടൈപ്പ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അമീർ ഇരിങ്ങല്ലൂർ ഗ്രീനിന് വേണ്ടി ആ ടൈപ്പ് ചെയ്തത് കൊണ്ട് തന്നെ സൈനബ് എന്നുള്ള ഉത്തരം, സൈനബ് റളിയല്ലാഹു അൻഹ എന്നുള്ള ഉത്തരത്തിലൂടെ പോയിന്റ് വീണ്ടും നേടുകയാണ് ഗ്രീൻ. അങ്ങനെ 2 പോയിന്റുകളുമായിട്ട് ഗ്രീൻ മുന്നിൽ നിൽക്കുകയാണ്. തൊട്ടു പിറകെ ബ്ലൂവും മാസ്റ്ററും 1 പോയിന്റ് പോലും ലഭിക്കാതെ ഇവരെ നിലകൊള്ളുകയാണ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഒരു പ്രസ്താവന, ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ചെയ്യുകയാണ്. ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. സ്റ്റേറ്റ്മെന്റ് ഇതാണ്: കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് എന്നുള്ള എന്റെ ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. ശരിയാണ് എന്നുള്ള ഉത്തരം ബഹുമാനപ്പെട്ട അബ്ദുള്ള തൊട്ടക്കാട് പറയുന്നുണ്ട്. ശരി എന്ന് ദുൽദുൽ പറയുന്നുണ്ട്. അല്ല, നോ എസിസ് നോ എന്ന് പറയുന്നത് ഗുഡ് വേ, നോ എന്ന് പറയുന്നത് റോങ് എന്ന് അമീർ ഇരിങ്ങല്ലൂർ പറയുന്നുണ്ട്. എന്നാൽ ശരിയായ ഉത്തരത്തിലുള്ള പോയിന്റ് നേടുന്നത് ആരാണ് എന്ന് നമുക്ക് നോക്കാം. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണോ എന്നുള്ള എന്റെ പ്രസ്താവന ശരിയല്ല എന്നാണ് പലരും പറയുന്നത്. ശരിയാണ് എന്നും പറയുന്നുണ്ട്. എന്തായാലും ശരിയല്ല എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അതുകൊണ്ട് തന്നെ എറണാകുളത്താണ് എന്നുള്ളത് നിങ്ങൾ അറിയുക. നോ എന്നുള്ള അമീർ ഇരിങ്ങല്ലൂരിന്റെ പോയിന്റ് വീണ്ടും ഗ്രീനിന് വേണ്ടി നേടുകയാണ്. ഗ്രീൻ 3ാമത്തെ പോയിന്റ് നേടിക്കൊണ്ട് ശക്തമായ നിലയിലേക്ക് കുതിക്കുകയാണ്. എന്നാൽ ഒട്ടും പോയിന്റുകൾ നേടാനാവാതെ ഇപ്പോൾ ബ്ലൂവും മാസ്റ്ററും തൊട്ടുപിറകെയുണ്ട്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്. പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെ വരികയാണ്. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഓക്കെ, സൂറത്ത് മസദ് എന്നുള്ള തബ്ബത്ത് യദാ അബീ ലഹബിൻ എന്നുള്ള തുടങ്ങുന്ന സൂറത്ത് മസദ് ഖുർആനിലെ എത്രാമത്തെ സൂറത്താണ് അത് എന്നുള്ള, ഖുർആനിലെ എത്രാമത്തെ സൂറത്താണ് സൂറത്ത് മസദ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഖുർആനിലെ എത്രാമത്തെ സൂറത്താണ് സൂറത്ത് മസദ് എന്നുള്ള ചോദ്യം. അല്ലൈനോയസിസ് 111 എന്ന് പറഞ്ഞിട്ട് അമീർ ഇരിങ്ങല്ലൂർ, അബ്ദുള്ള തൊട്ടക്കാട്, ദുൽദുൽ എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഗുഡ് വേ 110 എന്ന് എഴുതിയത് ശരിയായ ഉത്തരമാണ് എന്ന് പറയാൻ പ്രയാസമുണ്ട്. കാരണം ശരിയല്ല. ചിനു സെൽവ ചമ്പിലെഴുതിയ 111 എന്നുള്ള അഥവാ 111 എന്നുള്ള ഉത്തരം ശരിയാണ്. എന്നാൽ ആദ്യമായി ആ ഉത്തരം ടൈപ്പ് ചെയ്യുന്നത് അമീർ ഇരിങ്ങല്ലൂർ ആണ് എന്നാണ് അമീർ ഇരിങ്ങല്ലൂർ കരുതുകയുണ്ടാവുക. പക്ഷേ അല്ലൈനോയസിന്റേതാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്ലൂവിനാണ് ആദ്യത്തെ പോയിന്റ് ലഭിക്കുന്നത്. 1-3 എന്ന നിലയിലാണ് പോയിന്റ് ഹണ്ടിങ് ആരംഭിച്ചു കഴിഞ്ഞു ബഹുമാനപ്പെട്ട ബ്ലൂ. ഏതായാലും അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. ചോദ്യം ഇതാണ്. ഒരു ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യം ഇതാണ്. ഖുർആനില് ഹന്തഖ് യുദ്ധത്തിന് പറയപ്പെട്ട പേര് എന്താണ്? ഏത് പേരിലാണ് ഹന്തഖ് യുദ്ധത്തെ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഏത് പേരിലാണ് ഹന്തഖ് യുദ്ധത്തെ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഹന്തഖ് യുദ്ധം അത് പരാമർശിപ്പിക്കപ്പെട്ട പേര് എന്താണ് എന്നുള്ളതാണ് ഖുർആനിൽ പല ഉത്തരങ്ങളും വരുന്നുണ്ട്. ദുൽദുൽ അഹ്സാബ് എന്ന് പറയുന്ന, അല്ലൈനോയസിസ് അഹ്സാബ് എന്ന് പറയുന്ന, അമീർ ഇരിങ്ങല്ലൂർ അഹ്സാബ് എന്ന് പറയുന്നുണ്ട്, അബ്ദുള്ള തൊട്ടക്കാട് അഹ്സാബ് എന്ന് പറയുന്നുണ്ട്. എല്ലാവരും പറയുന്ന ഉത്തരങ്ങൾ ശരി തന്നെയാണ് എങ്കിലും ശരിയായ ഉത്തരത്തിലൂടെ പോയിന്റ് നേടുന്നത് ദുൽദുലാണ്. ഗ്രീനിന് വേണ്ടിയിട്ട് വീണ്ടും ഗ്രീനിന്റെ ശക്തമായ ഒരു മുന്നേറ്റം. 4ാമത്തെ പോയിന്റും നേടുകയാണ്. 5 ചോദ്യങ്ങൾ പിന്നിട്ടപ്പോൾ ഇപ്പോൾ 4-1 എന്ന നിലയിലാണ് കാര്യങ്ങളുള്ളത്. ഇതുവരെയും മാസ്റ്റർക്ക് ഒരു പോയിന്റ് പോലും ലഭിച്ചിട്ടില്ല. അടുത്ത ഒരു ചോദ്യം ഇതാ വരുന്നു. ഒരു ചോദ്യം ഇതാണ്. ആയുർവേദ വിധിപ്രകാരം ഔഷധ സസ്യങ്ങളുടെ മാതാവ് ഏതാണ് എന്നുള്ളത്. രാജാവല്ല, മാതാവ്. ആയുർവേദത്തിന്റെ വിധിപ്രകാരം ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് എന്താണ് എന്നുള്ളതാണ്. തുളസി എന്ന് പറയുന്നുണ്ട് ദുൽദുൽ, തുളസി എന്ന് പറയുന്നത് അബ്ദുള്ള തൊട്ടക്കാട്, കൃഷ്ണ തുളസി എന്ന് അൽബത്തൂല പറയുന്നുണ്ട്, അല്ലൈനോയസിസ് കുറുന്തോട്ടി എന്ന് പറയുന്നുണ്ട്. കുറുന്തോട്ടിക്ക് വാദം പിടിക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ അമീർ ഇരിങ്ങല്ലൂർ കൃഷ്ണ തുളസി എന്ന് പറയുന്നത്. ശരിയായ ഉത്തരം ലീഡർ എത്തി എന്നാണ് ബ്ലൂവിന്റെ ആഹ്ലാദം. ബ്ലൂവിന്റെ ഗാലറിയിൽ വളരെ ശക്തമായ ആഹ്ലാദ പ്രകടനങ്ങൾ കാണുന്നുണ്ട്. ഏതായാലും ശരിയായ ഉത്തരം വന്നിട്ടുണ്ട്. തുളസി എന്നല്ല, കൃഷ്ണ തുളസി എന്നുള്ളതാണ് ശരിയായ ഉത്തരം. പോയിന്റ് നേടുന്നത് വീണ്ടും ബ്ലൂ ആണ്. കൃഷ്ണ തുളസി, തുളസി പല ഇനത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷ്ണ തുളസിയാണ് ആയുർവേദ വിധി പ്രകാരം ഔഷധ സസ്യങ്ങളുടെ മാതാവ്. അങ്ങനെ പോയിന്റ് 2 നേടിക്കൊണ്ട് ഇതാ ബ്ലൂ തൊട്ടുപിറകിയുണ്ട്. 4 പോയിന്റുകളുമായി ശക്തരായ ഒരു സാന്നിധ്യമായി കൊണ്ട് തന്നെ ഗ്രീൻ നിലയുറപ്പിക്കുകയാണ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്. ഞാൻ എന്റെ ക്യാമിൽ കാണിക്കുന്ന ഒരു പക്ഷി, ഈ പക്ഷിയുടെ പേര് എന്ത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്റെ ക്യാമിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു പക്ഷിയുണ്ട്. ഈ പക്ഷിയുടെ പേര് എന്ത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഈ പക്ഷിയുടെ പേര് എന്ത് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഫിനിക്സ് എന്ന് പറയുന്നുണ്ട്, അൽബട്രോ എന്ന് പറയുന്നുണ്ട്,
ഇത് ഈ പക്ഷിയുടെ പേര് എന്താണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഈ പക്ഷികളെ സീൽ ദ്വീപില് കൊണ്ടുവന്നിട്ടാക്കാൻ വേണ്ടി ശാസ്ത്രജ്ഞന്മാർ ഒരു വിദ്യ പ്രയോഗിക്കുകയുണ്ടായി. ഞാൻ ഇതിന്റെ ക്ലൂ തരികയാണ്. ഏതൊരു കിളി എന്നാണ് പറയുന്നത്. ഇത് മീനെല്ലാം പിടിച്ചു തിന്നാൻ വേണ്ടി സീൽ ദ്വീപിൽ വരികയും ആ തീരത്തുനിന്ന് പിടിക്കുകയും എന്നാൽ മുട്ടയിട്ട് വിരിക്കാൻ മറ്റെവിടെയൊക്കെ പോവുകയുമാണ് ചെയ്യാറ്. അങ്ങനെ ഇവർ ഇതേ രൂപത്തിലുള്ള ഒരുപാട് പ്രതിമകൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അവരുടെ സുഹൃത്തുക്കളാണെന്ന് കരുതിയിട്ട് ഈ കിളികൾ പിന്നീട് സീൽ ദ്വീപിൽ തന്നെ തുടർന്നു എന്നുള്ള ഒരു ചരിത്രമാണ് പറയുന്നത്. ഏതാണ് ഈ കിളികൾ എന്നുള്ളത് ഇതുവരെ ഉത്തരാരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മാസ്റ്റർക്ക് ഒരു പ്രതീക്ഷ ഈ ഒരു ചോദ്യത്തിലൂടെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഏതാണ് ആ കിളി എന്നുള്ളതാണ്. അബ്ദുള്ള തൊട്ടക്കാട് മാഷാ അല്ലാഹ് പഫിൻ ബേർഡ് ആണ്. പഫിൻ എന്നുള്ള അറിയപ്പെടുന്ന ഈ കിളിയാണ്. പഫിനുകളെ അവർ സീൽ ദ്വീപിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാട്ടിയ ഒരു നാടകമാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും പോയിന്റ് വീണ്ടും ബ്ലൂവിന് വേണ്ടി ലീഡർ എത്തിയപ്പോൾ ഉണർന്നു കഴിഞ്ഞു ബ്ലൂവിന്റെ തട്ടകം. ഇപ്പോൾ ഗാലറിയിലും ബ്ലൂവിന്റെ പതാകകൾ പാറിക്കളിക്കുന്നുണ്ട്. ഏതായാലും മൂന്നാമത്തെ പോയിന്റും നേടിക്കഴിഞ്ഞുകൊണ്ട് ഇതാ 3-4 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ഒരു ചോദ്യം, മാസ്റ്ററുടെ പ്രതീക്ഷ ഇപ്പോഴും അസ്ഥാനത്ത് തന്നെയാണ്, ഒരു രക്ഷയുമില്ല. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്: ജനിച്ചു കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞ് എത്ര ആഴ്ച കഴിഞ്ഞാണ് കണ്ണീരുണ്ടാവുന്നത്? കുട്ടികൾ ജനിക്കുമ്പോൾ കരയാറുണ്ട്, പക്ഷെ കണ്ണീർ വീഴാറില്ല. എന്നാൽ എത്ര ആഴ്ച കഴിഞ്ഞിട്ടാണ് കണ്ണീരുണ്ടാവുക എന്നുള്ളതാണ് ഒരു വിചിത്രമായ ചോദ്യം. ഇന്ന് ആദ്യമായിട്ടാണ് ഈ കാര്യം ഞാൻ വായിക്കുന്നത്, കണ്ണീരില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ചോദിക്കണമെന്ന് കരുതി. എത്ര ആഴ്ച കഴിഞ്ഞിട്ടാണ് കണ്ണീർ ഉത്പാദിപ്പിക്കപ്പെടുന്നത് കുട്ടികൾക്ക് എന്നുള്ളതാണ്. എത്ര ആഴ്ച എന്നുള്ളതാണ്. ശരിയായ ഉത്തരങ്ങളും അല്ലാത്ത ഉത്തരങ്ങളും വരുന്നുണ്ട്. അല്ലായിൻ ഓയസിസ് 1 എന്ന് പറയും. ഷിഹാബ് TKD ദുൽദുൽ സാബുമോൻ 40 ആഴ്ച എന്ന് പറയുന്നത് അത്രക്കൊന്നും പോകേണ്ടതില്ല. അബ്ദുള്ള തൊട്ട് 40 ദിവസം എന്നാണ് ഉദ്ദേശിച്ചില്ല. അബ്ദുള്ള തൊട്ടക്കാട് 7 എന്ന്, അമീർ 4 എന്ന്, ട്രൂ പാർട്ട് 4 എന്ന്. എന്നാൽ ശരിയായ ഉത്തരം സാലു റഷീദ് ടൈപ്പ് ചെയ്ത 6 ആണ് എന്ന് അവർക്ക് മോഹമുണ്ടാവും. പക്ഷെ ശരിയല്ല. ശരിയായ ഉത്തരം അൽപ്പത്തൂല. വീണ്ടും 3 എന്ന് എഴുതിക്കൊണ്ട് 4ാമത്തെ പോയിന്റ് ബ്ലൂവിന് നേടുകയാണ്. 3 ആഴ്ചകൾ കഴിഞ്ഞാൽ ആണ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അങ്ങനെ 4ാമത്തെ പോയിന്റും കരസ്ഥമാക്കിക്കൊണ്ട് 4-4 ഒപ്പത്തിനൊപ്പമുള്ള ശക്തമായ ഒരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇത്ര ടഫാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഏതായാലും അടുത്ത ഒരു ചോദ്യം ഇതാ വരുന്നു. അടുത്ത ചോദ്യം ഇതാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട ആ ചോദ്യത്തിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. ചോദ്യം ഇതാണ്. മുജാദല സൂറത്തിൽ തർക്കിക്കുന്ന സ്ത്രീ എന്ന് കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ആരാണ് ആ തർക്കിക്കുന്ന സ്ത്രീ എന്നുള്ളതാണ്. മുജാദല സൂറത്ത് അഥവാ തർക്കിക്കുന്നവൾ എന്നർത്ഥം പറയുന്ന ആ സൂറത്തിൽ ഉദ്ദേശിക്കുന്ന തർക്കിക്കുന്ന സ്ത്രീ ആരാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. കൗല എന്ന് ഉത്തരം വരുന്നുണ്ട്, ശരിയായ ഉത്തരം. പക്ഷെ പൂർണ്ണമായിട്ട് ആരുടെ മകളാണെന്ന് കൂടി ടൈപ്പ് ചെയ്യുന്നവർക്ക് പോയിന്റ് കൊടുക്കും. ആരുടെ മകളാണ് എന്നുകൂടി ശരിയായിട്ട് രീതിയിൽ ടൈപ്പ് ചെയ്യുന്നവർക്ക്, ആരും അങ്ങനെ ടൈപ്പ് ചെയ്തില്ല എങ്കിൽ കൗല എന്ന് എഴുതിയവർക്ക് മാത്രം പോയിന്റ് ലഭിക്കുകയും ചെയ്തു. കൗല ബിൻത് സൽബ് എന്ന് പറയുന്നുണ്ട്. ശരിയായ ഉത്തരം ആണോ എന്ന് നോക്കേണ്ടത്. ഏതായാലും ശരിയായ ഉത്തരം കൗല ബിൻത് സാലബ എന്നുള്ളത് തന്നെയാണ്. ശരിയായ ഉത്തരത്തിലൂടെ പോയിന്റ് നേടുന്നത് ബഹുമാനപ്പെട്ട ദുൽദുൽ തന്നെയാണ്. ആദ്യം കൗല എന്ന് എഴുതി പിന്നീട് സാലബ എന്നും എഴുതിയത് കൊണ്ട് തന്നെ ആ പോയിന്റ് നേടുകയാണ്. തൊട്ടുപിറകെ സിനു സെൽവ സംവിയിൽ വളരെ കൃത്യമായി കൊണ്ട് അറബിയിൽ തന്നെ ആ പേര് എഴുതിയിട്ടുണ്ട്, കൗല ബിൻത് സാലബ എന്ന്. ഏതായാലും ശരിയായ ഉത്തരത്തിലുള്ള പോയിന്റ് ഗ്രീൻ തന്നെ നേടുകയാണ്. നിർണായകമായ സന്ദർഭത്തിലെ ഒരു പോയിന്റ് നേട്ടം വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെയാണ് കൺഫ്യൂഷൻ ഇട നൽകാതെ പോയിന്റുകൾ നൽകുകയാണ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഒരു ഇസ്ലാമിക ചരിത്രത്തിലേക്ക് പോകുന്നു. ചരിത്രം ഇതാണ്. ആദ്യമായിട്ട് ചുണ്ണാമ്പും സോപ്പും ഉപയോഗിച്ച പ്രവാചകൻ ആരാണ്? ആദ്യമായിട്ട് ചുണ്ണാമ്പും സോപ്പും ഉപയോഗിച്ച പ്രവാചകൻ ആരാണ് എന്നുള്ളതാണ്. ഏത് നബിയാണ് ആദ്യമായിട്ട് ചുണ്ണാമ്പ്, സോപ്പ് എന്നിവ ഉപയോഗിച്ചത് എന്നുള്ളതാണ്. ഇബ്രാഹിം എന്നുള്ള ഓയസിന്റെ ഉത്തരം, അല്ലെങ്കിൽ ഓയസിന്റെ ഉത്തരം വന്നിട്ടുണ്ട്. ദുൽദുൽ യൂസഫ് എന്ന് പറയുന്നത്, സിനാൻ പള്ളിപ്പുറം നൂഹ് എന്ന് പറയുന്നത്, മാഷാ അല്ലാഹ് അൽബത്തുല ദാവൂദ് എന്ന് പറയുന്നുണ്ട്, അമീർ ജിങ്ങല്ലൂർ ഇദ്രീസ് എന്ന് പറയുന്നുണ്ട്, ഷാലു റഷീദ് സ്വാലിഹ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരിയായ ഉത്തരം ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ള അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ അറിയിക്കുകയാണ്. ആരാണ് എന്നുള്ളതാണ്. ആരാണ് ആദ്യമായിട്ട് ചുണ്ണാമ്പും, ചോദ്യം ഇതാണ്, ചുണ്ണാമ്പും സോപ്പും ആദ്യമായി ഉപയോഗിച്ച നബി ആരാണ്, പ്രവാചകൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഹസൻ സാദിഖ് എത്തിയിട്ടുണ്ട്. ആരാണ് ചുണ്ണാമ്പും സോപ്പും ആദ്യമായി ഉപയോഗിച്ച നബി ആരാണ് എന്നുള്ളതാണ് ചോദ്യം.
ഇതുവരെ ഉത്തരവാരും ടൈപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ മാഷാ അല്ലാഹ് ഉത്തരം വന്നിട്ടുണ്ട്. സിനാൻ പള്ളിപ്പുറത്തിന്റെ അതിശക്തമായ തൂലിക ചലിച്ചപ്പോൾ സുലൈമാൻ എന്നുള്ള ഉത്തരം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുലൈമാൻ നബിയാണ് ശരിയായ ഉത്തരത്തിലൂടെ ബ്ലൂവിന് വേണ്ടി 5ാമത്തെ പോയിന്റ് നേടുകയാണ്. 5-5 ഒപ്പത്തിനൊപ്പമുള്ള മത്സരം കഴിഞ്ഞ ദിവസത്തെ പരാജയത്തിന്റെ ശക്തമായ ഒരു തിരിച്ചടി നൽകുവാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു എന്ന് ബ്ലൂവിന്റെ തേരോട്ടം. നോക്കാം നമുക്ക്. 5-5 എന്നുള്ള 10 ചോദ്യങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഒപ്പത്തിനൊപ്പമാണ് നിൽക്കുന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആദ്യമായിട്ട് ചരിത്രത്തിൽ പറയപ്പെടുന്നത് ചുണ്ണാമ്പും സോപ്പും ഉപയോഗിച്ച് എന്നുള്ളതാണ്. എന്നാൽ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. അതുപോലെ ഇപ്പോൾ ചോദിച്ചതുപോലെയുള്ള മറ്റൊരു ചോദ്യമാണ്. ആദ്യമായിട്ട് ആരുടെ മുടിയാണ് നിറച്ചത് എന്നുള്ളത്. ആദ്യമായിട്ട് മുടി നിറച്ച പ്രവാചകൻ ആരാണ്? ആദ്യമായിട്ട് മുടി നിറച്ച പ്രവാചകൻ ആരാണ് എന്നുള്ള അൽബത്തുൽ ഇബ്രാഹിം എന്ന ആദം എന്ന അമീറികൾ ദുൽദുലും അബ്ദുള്ള 9070 അല്ലേനോ ആസിസ് സിനാൻ പള്ളിപ്പുറം എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. ശരിയും തെറ്റുമൊക്കെ ഉണ്ട് എങ്കിലും ശരിയായ തരത്തിലൂടെ ഇപ്രാവശ്യത്തെ 2ാമത്തെ എപ്പിസോഡാണ് ഈ ഘട്ടത്തിലെ ഈ ഫാമിലി കിസ്. അതിലെ 2ാമത്തെ ദിവസത്തിൽ ആദ്യമായിട്ടാണ് ബ്ലൂവിന് ഗ്രീനിനേക്കാൾ 1 പോയിന്റ് മുന്നിൽ ഇപ്പോൾ ബ്ലൂ എത്തിയിട്ടുള്ളത്. 6 പോയിന്റുകൾ ഇപ്പോൾ ബ്ലൂ നേടിയിട്ടുണ്ട്. 1 പോയിന്റിന്റെ പിറകിലാണ് ഇപ്പോൾ ഗ്രീൻ ഉള്ളത്. 5 പോയിന്റുകളാണുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. അൽബത്തൂലയാണ് ആ ഉത്തരം ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഒരു ജനറൽ ചോദ്യത്തിലേക്ക് തന്നെ പോകാം. ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് എന്നുള്ളതാണ്. ആരാണ് ബേപ്പൂർ സുൽത്താൻ? ആരാണ് ബേപ്പൂർ സുൽത്താൻ? ബഷീർ, പല ബഷീർമാരുമുണ്ട്. ആരാണ് ബേപ്പൂർ സുൽത്താൻ? ശരിയായ ഉത്തരമാണ് ബഷീർ എന്നുള്ളത്. പൂർണ്ണമായി എഴുതണമെന്ന് ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബഷീർ എന്നുള്ളത് ശരിയായ ഒരു ഉത്തരം തന്നെയാണ്. വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ. പോയിന്റ് വീണ്ടും ഗ്രീനിന്. അങ്ങനെ 6-6 എന്നുള്ള ഒരു നിലയിലേക്ക് എത്തുകയാണ്. 6 പോയിന്റുകൾ ഇരു ടീമുകളും നേടിയിട്ടുണ്ട്. ബ്ലൂവും ഗ്രീനും 6-6 പോയിന്റുകൾ വീതമാണ് ഇപ്പോൾ നേടിയിട്ടുള്ളത്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് വീണ്ടും ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം ഇതാണ്. ഓക്കെ, ജലാലുദ്ദീൻ മഹല്ല, ജലാലുദ്ദീൻ അസ്സുയൂത്തി എന്നീ 2 പേർ രചിച്ച തഫ്സീർ കിതാബ് ഏതാണ് എന്നുള്ളതാണ്. ഈ 2 ജലാൽമാർ കൂടി രചിച്ച തഫ്സീർ കിതാബ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ജലാലുദ്ദീൻ മഹല്ല, ജലാലുദ്ദീൻ സയൂത്തി എന്നീ 2 പേർ കൂടി രചിച്ച തഫ്സീർ കിതാബ് ഏതാണ് എന്നുള്ളത്. ജലാലൈനി എന്ന് അല്ലെങ്കിൽ പറയുന്നത് ജലാലൈനി എന്ന് പ്രവാസി പറയുന്നുണ്ട്. സിനു സെൽവ അസംബ്ലിയില് പറയുന്നുണ്ട് തഫ്സീർ ജലാലൈനി എന്ന്. അലൈനോ അസീസും അമീറിങ്ങളും സിനാൻ പള്ളിപ്പുറവും അബ്ദുള്ളയും ദുൽദുലും അഹ്സൻ സാദിഖുമൊക്കെ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്തപ്പോൾ ശരിയായ ഉത്തരം ആദ്യമായി ടൈപ്പ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട അലൈനോ അസീസ് ബ്ലൂവിന് വേണ്ടിയിട്ട് പോയിന്റ് നേടുന്നു. 7ാമത്തെ പോയിന്റും നേടിക്കൊണ്ട് 7-6 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. 20 ചോദ്യങ്ങൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. 20 ചോദ്യങ്ങളിൽ ഇപ്പോൾ 13 ചോദ്യങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. 20 ചോദ്യം മതിയല്ലോ അല്ലെ? പിന്നിട്ട് കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ബ്ലൂ ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. ഒരു ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്. ചോദ്യം ഇതാണ്. ഓക്കെ, എത്ര ദിവസം കൊണ്ടാണ് ഖന്തക്ക് കിടങ്ങ് കീറിയത്? ഒറ്റ സംഖ്യ 25 ആക്കും. ഓക്കെ, 25 ആക്കാമെന്ന് പറഞ്ഞിട്ട് 25 തന്നെ ആക്കുകയാണ്. എത്ര ദിവസം കൊണ്ടാണ് ഖന്തക്ക് കിടങ്ങ് കീറിയത് എന്നുള്ളതാണ് ചോദ്യം. എത്ര ദിവസം കൊണ്ടാണ് ഖന്തക്ക് കിടങ്ങ് കീറിയത്? അല്ലെങ്കിൽ മുഅസ്സിസ് 7 എന്ന് അബ്ദുള്ള തൊടക്കാട്, 7 എന്ന് അമീർ ഇരിങ്ങല്ലൂരും അൽബത്തൂരയും ആസം സാധിക്കും അസ്രഫ് കണ്ണൂരും അബ്ദുള്ളയും ഒക്കെ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ കട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. ഫുൾ റേഞ്ചിലാണ് ഇവിടെ നെറ്റ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും ശരിയായ ഉത്തരങ്ങൾ നോ കട്ട് എന്ന് ബഹുമാനപ്പെട്ട അമീർ അറിയിച്ചിട്ടുണ്ട്. ട്രൂ പാർട്ടി 8 എന്ന് പറയുന്നുണ്ട്. ഗുഡ് ക്ലിയർ എന്ന് പറയുന്നുണ്ട്. ഏതായാലും ശരിയായ ഉത്തരത്തിലൂടെ വീണ്ടും പോയിന്റ് നടന്നത് മാഷാ അല്ലാഹ് ബ്ലൂ ആണ്. ഗ്രീനിന്റെ പാളയത്തിൽ അങ്കലാപ്പ് സൃഷ്ടിച്ചുകൊണ്ടിതാ ബ്ലൂവിന്റെ 8ാമത്തെ പോയിന്റ് പിറന്നു വീഴുകയാണ്. 8-6 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. 8-6 25 ചോദ്യങ്ങളിൽ ഇപ്പോൾ 8-ഉം 16 14 ചോദ്യങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. അടുത്ത ചോദ്യം ഇതാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. 8-6 എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില. അതുകൊണ്ട് അടുത്ത ചോദ്യം ഇതാണ്. ചിന്തകനും ഗ്രന്ഥകാരനുമായ മുഹമ്മദ് അസദ് മുസ്ലിമാകാൻ കാരണമായ സൂറത്ത് ഏതാണ് എന്നുള്ളതാണ്. ഏതാണ് ചിന്തകനും ഗ്രന്ഥകാരനുമായ മുഹമ്മദ് ഇസ്ലാമാകാൻ വേണ്ടി മുസ്ലിമാകാൻ കാരണമായ ഏറ്റവും പ്രധാനമായി കാരണമായ സൂറത്ത് എന്നുള്ളതാണ് എന്റെ ചോദ്യം.
ദുൽദുൽ യൂസഫ് എന്ന് പറയുന്ന പ്രവാസി, തക്കാസുർ എന്ന് പറയുന്നുണ്ട്, ഇഖ്ലാസ് എന്ന് പറയുന്നു, സഫാത്ത് എന്ന് പറയുന്നുണ്ട്. അമീർ ഇരിങ്ങല്ലൂർ ഹജ്ജ് എന്നുള്ള സിനാൻ പള്ളിപ്പുറത്തിന്റെ ഉത്തരം ശരിയാണ് എന്ന് പറയാൻ ആഗ്രഹമുണ്ടായത് പക്ഷെ തെറ്റായി പോയി. ബഹുമാനപ്പെട്ട പ്രവാസി, തക്കാസുർ എന്നുള്ള ഉത്തരം ശരിയാണ്. അൽഹാഖ് തക്കാസുർ എന്നുള്ള ആ സൂറത്താണ് ശരിയായ തരത്തിലുള്ള പോയിന്റ്. വീണ്ടും ഗ്രീൻ നേടിയപ്പോൾ 7-8 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. 7-8 എന്ന നിലയിലേക്ക് എത്തുകയാണ്. ഒരു പോയിന്റിന്റെ വ്യത്യാസം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ആൻസർ ഇതാണ്, തക്കാസുർ ആൻസർ പറയുന്നുണ്ട്. റേഡിയോക്കാർക്ക് വേണ്ടി ആൻസർ പറയുന്നുണ്ട്. ഇതിനുശേഷം റേഡിയോക്കാർക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിച്ചിടും. അത് വാട്സപ്പിലൂടെ നിങ്ങൾ ഉത്തരം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ വിജയിയെ അടുത്ത ക്വിസ് ദിവസത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്യും. അത് റേഡിയോക്കാർക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇതിലാരും ടൈപ്പ് ചെയ്യരുത് അതിന് ഉത്തരം. കാരണം അവരെ നമ്മൾ പരിഗണിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഏത് വാട്സപ്പിലാണ് വരാൻ അയക്കേണ്ടത് എന്നുള്ള ഉത്തരം കൂടി നമ്പർ കൂടി അപ്പോൾ നൽകുന്നതാണ്. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വർഗത്തിൽ അറിയപ്പെടുന്ന പേര് എന്താണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വർഗത്തിൽ അറിയപ്പെടുന്ന പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വർഗത്തിൽ അറിയപ്പെടുന്ന പേര് എന്താണ് എന്നുള്ളതാണ്. അഹമ്മദ് എന്ന് പറയുന്നത്, അബു മുഹമ്മദ് എന്ന് പറയുന്നത് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വർഗത്തിൽ അറിയപ്പെടുന്ന പേര് എന്നുള്ളതാണ്. എന്താണ് സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയപ്പെടുന്ന പേര് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയപ്പെടുന്ന പേര് എന്നുള്ളതാണ്. നിങ്ങൾ ഇതുവരെ ടൈപ്പ് ചെയ്തിട്ടില്ല. അബ്ദുൽ കരീം എന്നുള്ള സിനു സൽവ സംഭാവനയുടെ ഉത്തരം വളരെ ശരിയാണ്. മാഷാ അല്ലാഹ് അബ്ദുൽ കരീം എന്നുള്ള ഉത്തരത്തിലൂടെ പോയിന്റ് വീണ്ടും ബ്ലൂ നേടുകയാണ്. 9ാമത്തെ പോയിന്റ് നേടിക്കൊണ്ട് ശക്തമായ നിലയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിശക്തമായ ഒരു ആർപ്പുവിളികളാണ് ബ്ലൂവിന്റെ ഗാലറിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഏതായാലും അടുത്ത ഒരു ചോദ്യം വരികയാണ്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഉത്തരം പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്യുകയും വേണം. ഓക്കെ, സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനമില്ല. വയസ്സായ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉണ്ടെങ്കിലും സാധാരണ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനമില്ല. എന്നാൽ കേരളത്തില് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട്, ഒരു അമ്പലമുണ്ട്. അത് ഏതാണ് സ്ഥലം എന്നുള്ളതാണ്. എവിടെയാണ് സ്ത്രീകളുടെ ശബരിമല എന്ന് പറയപ്പെടുന്ന ക്ഷേത്രം അല്ലെങ്കിൽ ആ സ്ഥലം ഏതാണ്? ഗുരുവായൂർ എന്ന് പറയുന്നുണ്ട്, ആറ്റുകൽ എന്ന് പറയുന്നുണ്ട്, ഗുരുവായൂർ എന്ന്, കാടാമ്പുഴ എന്ന് സിനാൻ പള്ളിപ്പുറം പറയുന്നുണ്ട്. ഏതാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം, അമ്പലം അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രം എന്നുള്ളതാണ്. ഏതായാലും ചോദ്യത്തിന് ഉത്തരം വളരെ പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ട അമീർ സാഹിബ് അയച്ചിട്ടുണ്ട്. കാടാമ്പുഴ എന്നുള്ള അസ്ലം സാഹിബിന്റെ ഉത്തരം കളർ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്, ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ ആവുക. ഏതായാലും ആറ്റുകൽ പൊങ്കാലയുടെ സ്ഥലമാണ് ശരിയായ. ആറ്റുകൽ എന്ന് എഴുതിക്കൊണ്ട് അമീർ ഇരിങ്ങല്ലൂർ ആ പോയിന്റ് ഗ്രീനിന് നേടുകയാണ്. 8ാമത്തെ പോയിന്റ് നേടിക്കൊണ്ട് അമീർ സാഹിബ് ഗ്രീനിനെ സഹായിച്ചിരിക്കുകയാണ്. 8-9 ഒറ്റ പോയിന്റിന് വ്യത്യാസം മാത്രമാണ്. ഏത് നിമിഷവും മാറി മറിയാവുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. അമീർ സാഹിബിന് എല്ലാ കാര്യം അറിയാട്ടാ. പൊങ്കാലയുടെ കാര്യം അറിയാം, ഖുർആന്റെ കാര്യം പറഞ്ഞാലും അമീർ സാഹിബിന് അറിയാം. എന്നാൽ അടുത്തൊരു ചോദ്യം ഇതാണ്. ആയത്തുദ്ദൈൻ ഏത് സൂറത്തിലാണ്? ആയത്തുദ്ദൈൻ ഏത് സൂറത്തിലാണ് എന്നുള്ളതാണ്. ആയത്തുദ്ദൈൻ ഏത് സൂറത്തിലാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആയത്തുദ്ദൈൻ ബഖറയിലാണ്, അൽബഖറയിലാണ് എന്ന് അമീർ സാഹിബ്, ബഖറയിലാണ് എന്ന് ദുൽദുൽ, അലൈനോ അസീസ് ബഖറയിലാണ് എന്ന് അബ്ദുള്ള, സിനു സെൽവ എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. ശരിയായ ഉത്തരം ആയത്തുദ്ദൈൻ. അത് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്താണ്. ആയത്തുദ്ദൈന് കടം കൊടുക്കുന്നതിനെ കുറിച്ചും അത് വാങ്ങുന്നതിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള പ്രതിപാദിക്കുന്ന ഏറ്റവും വലിയ ആയത്ത് അത് അൽബഖറയിൽ തന്നെയാണ്. ബഹുമാനപ്പെട്ട അൽബത്തൂല 2 അക്കം തികക്കാൻ വേണ്ടി ബ്ലൂവിനെ സഹായിച്ചിരിക്കുകയാണ്. 10ാമത്തെ പോയിന്റ് നേടിക്കൊടുത്തുകൊണ്ട് വീരോചിതമായ ഒരു നായകന്റെ കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട അൽബത്തൂല. ഏതായാലും ബ്ലൂവിന് 10 പോയിന്റും 8 പോയിന്റുമായിട്ട് ഇപ്പോൾ ഗ്രീനുമുണ്ട് തൊട്ടുപിറകെ. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്. ആദ്യമായിട്ട് കാതുകുത്തപ്പെട്ട സ്ത്രീ ആരാണ്? ആരുടെ കാതാണ് ആദ്യമായി കുത്തിയത് എന്നുള്ളതാണ്.
ഹജർ എന്ന് പറയുന്ന അബ്ദുൽ ബ്രാത്തി, ഹിജ്റ എന്ന് പറയുന്ന ഫാത്തിമ എന്നുള്ള ബത്തോലയുടെ ഉത്തരം വന്നിട്ടുണ്ട്. സിലാം പള്ളിപ്പുറം ഹാജറ എന്ന് എഴുതി, ഗുഡ് ബൈ ഹാജറ എന്ന് എഴുതിയിട്ടുണ്ട്. അമീർ ഹാജറ എന്ന് എഴുതിയിട്ടുണ്ട്. അബ്ദുള്ള 9070 ഹാജറ എന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ ശരിയായ ഉത്തരം എല്ലാവരും എഴുതിയിട്ടുണ്ട്. എന്നാൽ എല്ലാവരും എഴുതിയെങ്കിലും ശരിയായ ഉത്തരത്തിന്റെ പോയിന്റ് ലഭിക്കുന്നത് ദുൽദുലിനാണ്. ഹാജറ എന്നുള്ള ദുൽദുലിന്റെ ഉത്തരം ശരിയാണ്. അങ്ങനെ ഗ്രീനിന് വീണ്ടും ഒരു പോയിന്റ് ലഭിച്ചപ്പോൾ 9-10 എന്ന നിലയിൽ വെറും 6 ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. 6 ചോദ്യങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഇതാ ബഹുമാനപ്പെട്ട ബ്ലൂ ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഹാജറ ബീവി റളിയല്ലാഹു അൻഹയാണ് ശരിയായ ഉത്തരം. അടുത്തൊരു ചോദ്യം. ഓക്കെ, പുരുഷന്മാരിൽ മീശ മുളപ്പിക്കുന്ന ഹോർമോന്റെ പേര് എന്താണ് എന്നറിയാൻ പറ്റും? പുരുഷന്മാരിൽ മീശ മുളപ്പിക്കുന്ന ഹോർമോണിന്റെ പേര് എന്താണ് എന്ന് ആർക്കെങ്കിലും അറിയുമോ? പുരുഷന്മാരിൽ മീശ മുളപ്പിക്കുന്ന, പുരുഷന്മാരെക്കാൾ മീശ ഉണ്ടാവാറ്, എന്നാൽ ചില സ്ത്രീകൾക്ക് ചെറുതായിട്ട് പൊടിമീശ ഉണ്ടാവും. അതൊരു ഭംഗിയാണ് ചിലർക്ക് അഭംഗിയുമാണ്. എന്നാൽ സനാബിയ ഹോർമോൺ എന്ന് പറയുന്നത്, അമിരും താർമോൺ എന്ന് പറയുന്നത്, അഡിനോസിൻ എന്ന് ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ ഏതായാലും ശരിയായ ഉത്തരം ഇവിടെ ഇതുവരെയും എത്തിയിട്ടില്ല. പുരുഷന്മാരിൽ മുടിവെള്ളം ഒന്നല്ല, പുരുഷന്മാരിൽ മീശ മുളപ്പിക്കുന്ന ഹോർമോൺ ഏത് എന്നുള്ളതാണ്. കളർ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ ആക്കണം. അതല്ല എങ്കിൽ എന്ത് ഉത്തരം ടൈപ്പ് ചെയ്താലും നമ്മൾ സ്വീകരിക്കുന്നതല്ല. ശരിയായ ഉത്തരം ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ എന്നീ 2 കളറിൽ വരുന്നുണ്ട്. ടെസ്റ്റോസ്റ്ററോൺ എന്നുള്ള ശരിയായ ഉത്തരമാണ്. ടെസ്റ്റോസ്റ്ററോൺ എന്നുള്ള ഉത്തരം ആദ്യം അടിച്ചത് ബഹുമാനപ്പെട്ട പ്രവാസിയാണെങ്കിലും ശരിയായ ഉത്തരം അത് കളറിൽ അടിച്ചത് അമീർ ഇലങ്കല്ലൂരാണ്. വളരെ ശക്തമായ രീതി ഇന്ദുലേഖ എന്ന അസ്ലം എഴുതിയിട്ടുണ്ട്. വെറുതെ ഉള്ള മുഖത്തിന്റെ ഭംഗി കളയാൻ നിൽക്കേണ്ട. കോപ്പിയടിയാണെങ്കിലും സമർത്ഥമായ ഒരു കോപ്പിയടിയായി പോയി. ഏതായാലും വളരെ മനോഹരമായി പ്രവാസിയെ കബളിപ്പിച്ചുകൊണ്ട് ആ പോയിന്റ് തട്ടിയെടുത്തിരിക്കുകയാണ് ഗ്രീൻ കാർ. 10-10 ഒപ്പത്തിനൊപ്പമുള്ള മത്സരം, അതിശക്തമായ തേരോട്ടം. അങ്ങനെ 10-10 എന്ന് വന്നപ്പോ ഇപ്പോൾ ഇനി 5 പോയിന്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 5 ചോദ്യങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. ചോദ്യം ഓക്കെ, മക്കൾക്ക് ഖുർആനിൽ പറഞ്ഞ മറ്റൊരു പേര് എന്താണ് എന്നുള്ളതാണ്. ഖുർആനിൽ മക്കൾക്ക് പറഞ്ഞ മറ്റൊരു പേര് എന്താണ് എന്നുള്ളതാണ്. സിമ്പിളാണ് എന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ വന്ന് ബക്ക, ഉമ്മുൽ ഖുറ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേര് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബക്ക എന്നുള്ള ഉത്തരം വളരെ ശരിയായ ഉത്തരമാണ്. ഉത്തരം ടൈപ്പ് ചെയ്തത് അൽബത്തൂല, അമീർ ഇരിങ്ങലൂർ, അബ്ദുള്ള തൊട്ടക്കാട്, ഹസൻ സാദിഖ്, അബ്ദുള്ള പ്രവാസി, ദുൽദുൽ, സിരാൻ പള്ളിപ്പുറം, സിനു സൽവ, അസ്ലം, അല്ലൈനോസിസ് എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്തു. എന്നാൽ അൽബത്തൂല പോയിന്റ് ബ്ലൂവിന് നൽകുകയാണ്. 11ാമത്തെ പോയിന്റ്. നിർണായകമായ സമയങ്ങളാണ്. ഈ സമയത്തിൽ തട്ടിക്കളിച്ചു കഴിഞ്ഞാൽ ഗോൾ പോസ്റ്റിലേക്ക് വീഴും. വളരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഗ്രീൻ കാർ പരാജയപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കുക. ഏതായാലും അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. ഓക്കെ, അദ്കിയ രചിച്ചത് എത്രാമത്തെ മഖ്ദൂമാണ് എന്നുള്ളതാണ്. മഖ്ദൂം എത്രാമനാണ് അദ്കിയ രചിച്ചത് എന്നുള്ളതാണ് ചോദ്യം. അദ്കിയ രചിച്ചത് എത്രാമത്തെ മഖ്ദൂമാണ് എന്നുള്ളതാണ് ചോദ്യം. 23 എന്ന് പറയുന്നു. ഞാൻ കേട്ടിട്ടില്ല അത്രമാത്രം മഖ്ദൂമാരാ തെറ്റിയതാണ്. ഓക്കെ, അബ്ദുള്ള തൊട്ടക്കാട് 2 എന്ന് പ്രവാസിയും അമീർ ഇൻഗല്ലൂരും അൽബത്തൂലയും ദുൽദുലും സിനാം പള്ളിപ്പുറമൊക്കെ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ശരിയായ ഉത്തരം ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട്. 1 എന്നുള്ള അസ്ലമിന്റെ ഉത്തരം ശരിയാണ്. അസ്ലം 444 ശരിയായ ഉത്തരമാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. മഖ്ദൂം 1 തന്നെയാണ് ശരിയായ ഉത്തരത്തിലൂടെ ബ്ലൂവിന് പോയിന്റ് നേടുകയാണ്. ബ്ലൂ ഇപ്പോൾ ശക്തമായ നിലയിലേക്ക് കുതിക്കുകയാണ്. ഒരു പോയിന്റ് കൂടി നേടിക്കഴിഞ്ഞാൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങും. പിന്നീട് പിടിച്ചാൽ കിട്ടില്ല. ഇപ്പൊ പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ അവസാന നിമിഷമായതുകൊണ്ട് 2-3 ഫൗളൊക്കെ ചെയ്താലും മഞ്ഞക്കാർഡ് കിട്ടിയാലും റെഡ് കാർഡ് കിട്ടിയാലും പ്രശ്നമില്ല എന്ന് കരുതിയിട്ട് ചെയ്യാം. ഏതായാലും ചോദ്യം അടുത്തത് വരികയാണ്. ചോദ്യം ഒരു പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെ ചോദിക്കാമെന്ന് ഉദ്ദേശിക്കുന്നു. ചോദ്യം ഇതാണ്. ഓക്കെ, മറ്റൊരു ചോദ്യം ഖുർആനുമായി ബന്ധപ്പെട്ടതല്ല. ഈമാൻ ഏറ്റവും പൂർണ്ണമായവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് ആരെയാണ്? ഈമാൻ ഏറ്റവും പൂർണ്ണമായവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചത് ആരെയാണ് എന്നുള്ളതാണ്. വ്യക്തിയല്ല,
ഒരു ജനത, ഒരു വിഭാഗത്തെ, ഏത് വിഭാഗത്തെയാണ്, ആരെയാണ് ഏറ്റവും പൂർണ്ണമായ ഈമാനുള്ളവർ? ഞാൻ ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒരു ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നവർ, ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്നവർ, ഏറ്റവും തോപ ചെയ്യുന്നവർ, ഏറ്റവും സൽസ്വഭാവമുള്ളവർ, ഇങ്ങനെ 4-5 ഇനങ്ങൾ പറഞ്ഞു. ഇതിൽ ആരാണ്? 4 വിഭാഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ആരാണ് എന്നുള്ള ഉമ്മത്ത് മുഹമ്മദ് എന്ന് പറയുന്നത്, തൗബ, ആഖിർ സമാൻ എന്ന് പറയുന്നത്. എന്നാലും ശരിയായ ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. സൽസ്വഭാവികളാണ്, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. എത്ര തന്നെ നിസ്കരിച്ചിട്ടും കാര്യമില്ല, നല്ല സ്വഭാവം എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അതുള്ളവരാണ്. സൽസ്വഭാവം കൂടി ഉണ്ടെങ്കിൽ ഈമാനിന്റെ പവർ വർദ്ധിക്കും. ഏറ്റവും പരിപൂർണമായ ഈമാനുള്ളവര് അവരാണ് എന്നാണ് പറഞ്ഞത്. ഏതായാലും പോയിന്റ് നേടുന്നത് ദുൽദുലാണ്. ദുൽദുൽ ഗ്രീനിന് വേണ്ടിയിട്ട്, അതെ, ദുൽദുൽ ഗ്രീനിന് വേണ്ടിയിട്ട് ഒരിക്കലും വിട്ടുതരാൻ തയ്യാറല്ല എന്നുള്ള ദുൽദുലിന്റെ പ്രഖ്യാപനമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പോയിന്റ്, അടുത്ത പോയിന്റ് ആര് നേടുന്നു അവർക്കായി അവര് നിർണായകമാണ്. അല്ല എങ്കിൽ അത് വലിയ വിഷയമാണ്. കാരണം പരാജയം വിജയം നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റാണിത്. സൂറത്തുൽ ഫാത്തിറിന്റെ മറ്റൊരു പേരെന്താണ്? സൂറത്തുൽ ഫാത്തിറിന്റെ മറ്റൊരു പേരെന്താണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. സൂറത്തുൽ ഫാത്തിറിന്റെ മറ്റൊരു പേരെന്താണ് എന്ന് അഹ്സൻ സാദിഖ് മലായിക്ക എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്താണ് സൂറത്തുൽ ഫാത്തിറിന്റെ മറ്റൊരു പേര് എന്നുള്ളതാണ് ചോദ്യം. മലായിക്ക എന്ന് ദുൽദുൽ, ഫുർഖാൻ എന്നുള്ള സിനുസൽവ ശംബീലിന്റെ ഉത്തരം വന്നിട്ടുണ്ട്. ആരാണ്, അല്ല എന്താണ് പേര് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം വന്നു കഴിഞ്ഞിട്ടുണ്ട്. മലായിക്ക എന്നുള്ള ഉത്തരത്തിലൂടെ മാഷാ അല്ലാഹ് ശക്തമായ ഒരു മത്സരത്തിന്റെ ഫോട്ടോ ഫിനിഷിംഗിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. 12-12 മലായിക്ക എന്നുള്ള ഉത്തരം അഹ്സൻ സാദിഖ് ടൈപ്പ് ചെയ്തതോടുകൂടെ ഈ മത്സരം ഇപ്പോൾ ടൈ ആയിരിക്കുകയാണ്. ഒരൊറ്റ ചോദ്യമേ അവശേഷിക്കുന്നുള്ളൂ. ഇതിൽ ഡു ഓർ ഡൈ എന്നുള്ളതാണ്. ഉത്തരം ടൈപ്പ് ചെയ്യുക. എല്ലാവരും അറിയുക, എല്ലാവരും ശക്തമായി രംഗത്തിറങ്ങി ഇതിന് ഉത്തരം ടൈപ്പ് ചെയ്യുക. ചോദ്യം ഇതാണ്. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. ആരാണ് സാഹിബു സിവാക്ക് എന്നറിയപ്പെടുന്ന വ്യക്തി? ആരാണ് സാഹിബു സിവാക്ക്? ആരാണെന്നുള്ളതാണ്. സാഹിബു സിവാക്ക് ആരാണ്? സാഹിബു സിവാക്ക്? റയീസുൽ മുഫസ്സിരീൻ എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് ആണ്. അതുപോലെ മറ്റൊരു ഇബ്നു ആണ് സാഹിബു സിവാക്ക്. ആരാണ് സാഹിബു സിവാക്ക് എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്നത്? റയീസുൽ മുഫസ്സിരീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇബ്നു അബ്ബാസ് ആണ് റളിയല്ലാഹു അൻഹു. അതുപോലെ സാഹിബ് സിവാക്ക് എന്ന് അറിയപ്പെടുന്ന ആ വ്യക്തി ആരാണ് എന്നുള്ള ഉത്തരമാണ് കസീർ എന്ന് പറയുന്നുണ്ട്, ഇബ്നു കസീർ എന്ന് പറയുന്നുണ്ട്, ഇബ്നു ഉമർ എന്ന് പറയുന്നുണ്ട്, ഇബ്നു മസ്ഊദ് എന്ന് പറയുന്നുണ്ട്. മാഷാ അല്ലാഹ് എങ്ങനെയൊക്കെ മരിച്ചു കളിച്ചിട്ടും അവശനായി കളിച്ചിട്ടും വിദേശ കളിക്കാരെ ഇറക്കിക്കൊണ്ട് കളിച്ചിട്ടും ഗ്രീനിനെ പരാജയപ്പെടുത്താൻ സാധിക്കാത്ത ജ്ഞാനത്തോടുകൂടെ ഇന്ന് ബ്ലൂ വീണ്ടും ഈ പവനിൽ നിന്ന് മടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ദുൽദുലിന്റെ ശക്തമായ ഒരു പോസ്റ്റിംഗിലൂടെ ഇബ്നു മസ്ഊദ് എന്നുള്ള ഉത്തരത്തിലൂടെ ഇതാ ഗ്രീൻ വിജയിക്കുകയാണ്. ഗ്രീൻ 13 പോയിന്റുകൾ നേടുകയാണ്. അതിശക്തമായ തേരോട്ടം പോരാട്ടം ഒക്കെ നടത്തി വീരോചിതമായ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് തലയുയർത്തിക്കൊണ്ട് തന്നെ ബ്ലൂ മുന്നോട്ട് പോകുന്നു. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഞാന് ഒരു ചോദ്യം പറയുകയാണ്. അവർ ഈ വാട്സപ്പിലേക്ക് ഞാൻ പറയുന്ന നമ്പറിലെ വാട്സപ്പിലേക്ക് അതിന്റെ ഉത്തരം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അവരുടെ പേര് കൂടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഉത്തരം ആദ്യമായിട്ട് വരുന്ന വ്യക്തിയെ ഞാൻ സെലക്ട് ചെയ്തുകൊണ്ട് അത് അടുത്ത ക്ലാസ്സിൽ പറയും. അതുകൊണ്ട് തന്നെ നമ്പർ ഇതാണ് 9562577777 9562577777 എന്ന നമ്പറിലേക്കാണ് ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട. ചോദ്യം ഞാൻ പറയും, അതിനു മുമ്പ് നിങ്ങൾ നമ്പർ എഴുതി വെച്ചോളണം. 9562577777 എന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്കോ ഫോണിലേക്കോ എങ്ങനെ അയച്ചാലും കുഴപ്പമില്ല. ആദ്യമായി ഇവിടെ കിട്ടുന്നതാണ് ഉത്തരം ആയിരിക്കുക. ചോദ്യം ഞാൻ ചോദിക്കാൻ പോവുകയാണ്. ശാന്തസമുദ്രത്തിന്റെ ആദ്യത്തെ പേര് എന്താണ് എന്നുള്ളതാണ്. ശാന്തസമുദ്രത്തിന്റെ ആദ്യത്തെ പേര് ഇതിലടിക്കരുത് ആരുട്ടോ, അതിനുത്തരടിക്കരുത്. ശാന്തസമുദ്രത്തിന്റെ ആദ്യത്തെ പേര് എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം ടൈപ്പ് ചെയ്യേണ്ടത് 9562577777 എന്നുള്ള നമ്പറിലേക്കാണ്.
ആദ്യമായിട്ട് ഉത്തരം വരുന്ന വ്യക്തിയെ അടുത്ത ക്വിസ് പ്രോഗ്രാമിൽ അത് പ്രഖ്യാപിക്കും. അടുത്ത ക്വിസ് പ്രോഗ്രാം ഉള്ളത് വ്യാഴാഴ്ച രാത്രി ഇന്ത്യൻ സമയം 11:30 ചെറിയ മാറ്റങ്ങൾ മറ്റു വല്ല പ്രധാനപ്പെട്ട ലൈവുകളും ഉണ്ടെങ്കിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മുൻകൂട്ടി തന്നെ അറിയിക്കുന്നതാണ് എന്നറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നാഫിയായ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കാമിലായ അഖൽ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ജീവിതത്തിൽ സ്വന്തം ജീവിതത്തിൽ നമ്മുടെ അറിവുകൾ ഉപയോഗപ്പെടുത്താനും അതുകൊണ്ട് ഇരുലോക വിജയം കരസ്ഥമാക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുആ ചെയ്യാൻ പറഞ്ഞ എല്ലാവരുടെയും വിഷയങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ റബ്ബുൽ ഇസ്സത്തായ നാദ മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ ഗഫൂർ റഹീമായ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരി സഹോദരങ്ങൾ, കൂട്ടുകുടുംബാദികൾ, സുഹൃത്തുക്കൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് പറഞ്ഞ ഉസ്താദുമാർ, അള്ളാഹുവേ ഞങ്ങൾ സുഹൃത്തുക്കൾ, എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും റബ്ബേ നീ പുറത്തു നൽകണേ തമ്പുരാനെ. ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ തമ്പുരാനെ. അള്ളാഹുവേ റബ്ബുൽ ഇസ്സത്തായ നാദ മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ എല്ലാ തരത്തിലുള്ള ആപത്ത് മുസീബത്തുകളിൽ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. ഒരുപാട് പേർ ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നു തമ്പുരാനെ. ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളിലുള്ള വിഷമങ്ങൾ നിനക്കറിയാം തമ്പുരാനെ. എല്ലാം നീ തീർത്തു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോരുടെയും ഖബറുകൾ നീ സന്തോഷത്തിന്റെ പൂങ്കാവനമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോരുടെയും ഞങ്ങളുടെയും ഖബറുകൾ നീ സന്തോഷത്തിന്റെ പൂങ്കാവനമാക്കണേ തമ്പുരാനെ. സ്വർഗീയമായ കവാടങ്ങൾ തുറന്നു നൽകിക്കൊണ്ട്, പരിശുദ്ധമായ ഖുർആന്റെ വെളിച്ചം നൽകിക്കൊണ്ട്, പരിശുദ്ധമായ സ്വലാത്തുകളുടെ സുഗന്ധം നൽകിക്കൊണ്ട് ഞങ്ങളെയും അവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മഹ്ശറ വൻസഭയിൽ അർശിൽ തണൽ കിട്ടുന്ന കൂട്ടരിൽ അവരെയും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ആദരവായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുക്കരങ്ങൾ കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്കും അവർക്കും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ സിറാത്തുൽ മുസ്തഖീം എന്ന പാലം മിന്നറിയും വേഗത്തിൽ കടക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ തിരുലിഖാഇനെ കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ പരിശുദ്ധമായ ഹജ്ജും ഉംറയും ഒരുപാട് നിർവഹിക്കാനുള്ള നിന്റെ നീ തൃപ്തിപ്പെട്ട രീതിയിൽ നിർവഹിക്കാനുള്ള തൗഫീഖ്, അതിനുള്ള സാഹചര്യം നീ എല്ലാവർക്കും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ആദരവായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാനും കണ്ടവർക്ക് വീണ്ടും വീണ്ടും സന്തോഷിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ ജീവിക്കുന്ന കാലം അത്രയും റബ്ബേ പരിപൂർണമായ ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, ഇസ്സത്തോടെ, ഞാമത്തോടെ, റഹ്മത്തോടെ, റാഹത്തോടെ, ഹിദായത്തോടുള്ള സന്തോഷകരമായ ദീർഘായുസ്സ് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ജീവിതകാലത്ത് ഞങ്ങൾക്ക് റബ്ബേ സാലിഹീങ്ങളെ കൂട്ടുകാരാക്കി നൽകണേ തമ്പുരാനെ. മരണസമയത്ത് റബ്ബേ സാലിഹീങ്ങളുടെ സാന്നിധ്യം നൽകണേ തമ്പുരാനെ. ആദരവായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ട്, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. മരണശേഷം ഞങ്ങളെ നീ സാലിഹീങ്ങളോട് കൂടെ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അല്ലാഹുവേ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് തമ്പുരാനെ. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫിയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളറിയാതെ ഞങ്ങൾക്കുള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ, നാമ്പെടുത്തുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ എല്ലാം നിനക്കറിയാം റബ്ബേ. ഞങ്ങൾ അറിയാത്ത രോഗങ്ങൾ ഞങ്ങൾ അറിയാതെ തന്നെ ശിഫിയാക്കണേ തമ്പുരാനെ. ഞങ്ങൾ അറിഞ്ഞ രോഗങ്ങൾ അത് മാറാനുള്ള വഴികൾ നീ തുറന്നു തന്നെ തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ ദോഷങ്ങളുടെ കടുപ്പം കൊണ്ട് പെരുപ്പം കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ഇരുലോകത്ത് നീ ശിക്ഷിക്കല റബ്ബേ. പരീക്ഷിക്കല തമ്പുരാനെ, നിന്ദരാക്കില്ല തമ്പുരാനെ, നാളം കെടുത്തല്ല തമ്പുരാനെ. അല്ലാഹുവേ നല്ലൊരു ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് തമ്പുരാനെ. റബ്ബേ ഒരുപാട് പേര് റബ്ബെ ജോലിയില്ലാതെ വിഷമിച്ചുകൊണ്ട് റബ്ബെ ദുആ ചെയ്യാൻ പറഞ്ഞവരുമുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ ഖൈറായ ഇസ്സത്തായ ഉപജീവന മാർഗ്ഗങ്ങൾ ഓരോരുത്തർക്കും അനുയോജ്യമായ രീതിയിൽ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജോലികളിലും ബിസിനസ്സുകളിലും ഒക്കെ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ സഹോദരങ്ങളുടെ ജോലികളിലും ബിസിനസ്സിലും നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ നീ ഐക്യവും സന്തോഷവും സമാധാനവും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബുൽ ഇസ്സത്തായ നാദ ഗർഭിണികളായ ഒരുപാട് പേർ, ഞങ്ങളെ പ്രിയപ്പെട്ട പലരടക്കം ഒരുപാട് പേരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ എല്ലാവർക്കും സുഖപ്രസവവും സന്തോഷവും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട പലരടക്കമുണ്ട് ഒരുപാട് പേരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ സ്വാലിഹായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ ക്ലാസ് റൂമിൽ സദാസമയം ഓരോ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് ഇതിനെ സജീവമാക്കുന്ന എല്ലാവർക്കും റബ്ബേ ഇരുലോകത്തും ഇസ്സത്തും റഹ്മത്തും ബറക്കത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ നീ സഹായിക്കണേ തമ്പുരാനെ. ഇത് ശ്രവിച്ചുകൊണ്ട് ഇതിന് കൂട്ടിരിക്കുന്ന, ഇതിന് അടികൾ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർ റേഡിയോയിലും ഇതിലൊക്കെ ഉണ്ട് തമ്പുരാനെ. എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഒരാളെയും നീ പരാജയപ്പെടുത്തല്ല തമ്പുരാനെ. ഞങ്ങൾ ഉസ്താദന്മാർക്ക് ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും നൽകി തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ ഈ റേഡിയോക്കാർക്ക് ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ നമ്പർ താൽക്കാലികമാണ്. സ്ഥിരമായിട്ടുള്ളൊരു നമ്പർ പിന്നീട് മാറ്റിത്തരും. ഇത് താൽക്കാലികം പ്രാവശ്യമുള്ള നമ്പറാണ്. പിന്നീട് സ്ഥിരമായിട്ടുള്ള നമ്പർ വേറെ റേഡിയോ ബാനറിൽ തന്നെ വരും ഇൻഷാ അല്ലാഹ്.
അല്ലെങ്കിൽ ഇത് തന്നെയാണ് അവർ കൊടുക്കുന്നത് അറിയില്ല. അത് ആരാണ് കൊടുക്കുന്നത് വെച്ചാൽ അത് വേറെ ആണെങ്കിൽ ഇതാണ് ഏതാണെങ്കിലും റേഡിയോയുടെ ബാനറിൽ അത് നമ്പർ വരും എന്ന് അറിയിക്കുകയാണ്. ഏതായാലും എല്ലാവർക്കും നന്ദിയുണ്ട്. അള്ളാഹു ഹാമില സ്വീകരിക്കട്ടെ. നമ്പർ വന്നിട്ടുണ്ട് ഓൾറെഡി, റേഡിയോയുടെ ബാനറിൽ ഓൾറെഡി നമ്പർ വന്നിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുള്ള തോട്ടക്കാട് അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കി അതിലേക്ക് ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുക. ചോദ്യം ഇതായിരുന്നു, ശാന്ത സമുദ്രത്തിന്റെ ആദ്യത്തെ പേരെന്തായിരുന്നു എന്നുള്ളതാണ്. ഞാൻ നോക്കിയിട്ടില്ല ആരെങ്കിലും ഇതുവരെ അയച്ചിട്ടുണ്ടോ എന്ന്. ഏതായാലും ഉത്തരം വ്യാഴാഴ്ച രാത്രി ഇൻഷാ അല്ലാഹ് 11:30 ഇന്ത്യൻ സമയത്തിലുള്ള പരിപാടിയിൽ വെച്ച് നിങ്ങൾക്ക് അനൗൺസ് ചെയ്യപ്പെടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അഡ്മിന്മാര് മൈക്കിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.